Everyone, welcome back to my classroom. Previous classes continuation ആണ്. നമ്മൾ essay questions first discuss ചെയ്തു HRM-ൽ. അതുപോലെ 2019 question paper ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ 2018 question paper-ൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 18, 9 അതുപോലെ 17, 16 3 ഇയർലി നമുക്ക് നോക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. അതിനുശേഷം മൊഡ്യൂൾ വൈസ് നമുക്ക് ഒരു റിവിഷനും കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഷോർട്ട് ആൻസേഴ്സ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ട്രെയിനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെവലപ്മെൻറ്റും പഠിച്ചിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ജോലി ചെയ്യാനുള്ള, ഒരു ജോലി അക്കംപ്ലിഷ് ചെയ്യാനെങ്കിൽ പെർഫോം ചെയ്യാനുള്ള, ഒരു ജോബ് പെർഫോം ചെയ്യാനുള്ള സ്കില്ലും ക്യാപ്പബിലിറ്റിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ജോബ് ചെയ്യാനുള്ള സ്കില്ലും എബിലിറ്റിയും എൻഹാൻസ് ചെയ്യുന്നതോടുകൂടി ഓവറോളായിട്ടുള്ള ഒരു എബിലിറ്റി ക്യാപ്പബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലൂടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റും ആ എംപ്ലോയിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഫ്യൂച്ചർ കൂടുതൽ നല്ല പൊസിഷനിലോട്ട് വേറെ ജോലി ചെയ്യാനും അതുപോലെ മെൻ്റലി ഫിസിക്കലി നല്ല എബിലിറ്റീസ് വരാൻ ഒക്കെയാണ് പേഴ്സണലി അയാൾക്കൊരു ഡെവലപ്മെൻറ്റ് അതിനകത്ത് ഉണ്ടാവും, ഇൻക്ലൂഡിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതാണ് ഈ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സ്ട്രാറ്റജിക് HRM നമ്മൾ പഠിച്ചിട്ടുണ്ട്. HRM-ഉം അതേപോലെ സ്ട്രാറ്റജിക് ബിസിനസ് സ്ട്രാറ്റജീസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നൊരു കോൺസെപ്റ്റാണ്. ബിസിനസ് സ്ട്രാറ്റജീസും അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് സ്ട്രാറ്റജിക് HRM വരുന്നത്. ഇതിലൂടെ പുതിയ ബിസിനസ് സ്ട്രാറ്റജീസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൂടെ SHRM എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലിങ്കിങ് ഓഫ് HR means human resources with the strategic goals and objectives in order to improve business performance and develop organizational culture that foster innovation. അപ്പോൾ ഇന്നോവേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഓർഗനൈസേഷൻ്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതേപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് HR-ലൂടെ ഫ്രെയിം ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജീസും HR മാനേജ്മെൻറ്റും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നാണ് സ്ട്രാറ്റജിക് HRM എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓവറോളായിട്ടുള്ള എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ SHRM യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഏരിയ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എംപ്ലോയി റെഫറൽ? എംപ്ലോയി റെഫറൽ എന്താണ്? എംപ്ലോയി റെഫറൽസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഉണ്ടാവും. ഓർഗനൈസേഷനിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് അവരുടെ റെക്കമെൻഡേഷനോട് കൂടി അവരുടെ പരിചയക്കാരിൽ നിന്ന് അവരുടെ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് അവർക്ക് അറിയാവുന്ന ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താ, അവർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൊളീഗ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം. അങ്ങനെ ഒരുപാട് അവരറിയുന്ന കാൻഡിഡേറ്റ്സിനെ അവർ റെക്കമെൻഡ് ചെയ്യുകയാണ് ഓർഗനൈസേഷന് വേണ്ടി. അപ്പോൾ അതിലൂടെ നമ്മൾ എംപ്ലോയീസിനെ കണ്ടെത്തുക. അതാണ് ഇൻറ്റേർണൽ എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് കാൻഡിഡേറ്റ്. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എംപ്ലോയി റെഫറൽ ഈസ് എ സ്ട്രക്ചേർഡ് പ്രോഗ്രാം ദാറ്റ് കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻ യൂസ് ടു ഫൈൻഡ് ടാലൻറ്റഡ് പീപ്പിൾ ബൈ ആസ്കിങ് ദെയർ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ടു റെക്കമെൻഡ് കാൻഡിഡേറ്റ് ഫ്രം ദെയർ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. അപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൽ നിന്ന് അവർ ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന എംപ്ലോയീസ്, അത് എങ്ങനെയുള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്തുകൊണ്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ കണ്ടെത്താൻ, അത് കണ്ടെത്തുമ്പോൾ പരിചയമുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൽ നിന്നാണ്, അവരുടെ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിൽ നിന്നാണ് കാൻഡിഡേറ്റിനെ റെക്കമെൻഡ് ചെയ്ത് കണ്ടെത്തുന്നത്. അതാണ് ഇത് എംപ്ലോയി റെഫറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു. ട്രെയിനിങ് പറഞ്ഞ ജോബ് ഓറിയൻറ്റഡ് ആണ്, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവിങ് ദി നോളജ് ആൻഡ് സ്കിൽ ദാറ്റ് ആർ നീഡഡ് ടു പെർഫോം ദെയർ എക്സിസ്റ്റിംഗ് ജോബ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യാൻ, എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ, അവർക്ക് അതിൽ ആ ഒരു ജോലിയിലുള്ള ആ ഒരു ജോബിലുള്ള നോളജും സ്കില്ലും കൊണ്ടുവരാനാണ് ട്രെയിനിങ്ങിലൂടെ സാധിക്കുക. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അവരെ നോളജും സ്കില്ലും
ആ ഒരു ജോബിൽ മാത്രമല്ല ഒതുങ്ങുന്നതായിരിക്കില്ല. ഫ്യൂച്ചർ ചാലഞ്ചസിനും കൂടെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കലാണ് ഡെവലപ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ജോബ് സ്പെസിഫിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതിനകത്ത് കാണിക്കുന്നത്. നെസസറി ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ ഓരോ എംപ്ലോയീസിനും വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന് വേണമെന്ന് പ്ലാൻ ചെയ്യുക മാത്രമല്ല, ഏതൊക്കെ തരം ജോബിലേക്ക് എത്ര തരം ആൾക്കാരെയാണ് വേണ്ടത്, എത്ര എഫിഷ്യൻസി ഉള്ള ആൾക്കാർ, ഏത് ജോബ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ, എങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്, ഏത് രീതിയിൽ അവരെ റിക്രൂട്ട് ചെയ്യാം, എങ്ങനെ അവരെ സെർച്ച് ചെയ്യാം, എങ്ങനെ അവരെ സെലക്ട് ചെയ്യാം, അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊടുക്കാം, ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് HR പ്ലാനിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജോബ് ഇവാലുവേഷൻ. ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ ഗ്രീവൻസസിൻ്റെ കോസസ്. ഗ്രീവൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ കോസസ് ചോദിക്കാറുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുക. ട്രാൻസ്ഫർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ, അതുപോലെ കരിയർ പ്ലാനിങ്, കരിയർ എന്താണെന്ന് ചോദിക്കാറുണ്ട്, കരിയർ പ്ലാനിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് ഇൻറ്റേർണൽ സോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത് പഠിക്കുക, അതുപോലെ എക്സ്റ്റേണൽ സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതും പഠിക്കുക. ഓക്കെ, അതിലേക്ക് കൂടുതൽ റിവിഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ എക്സ്പ്ലനേഷനോട് കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് എസ്സേ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസലും വളരെ നന്നായിട്ട് പോവാം ഒരു പോർഷൻ. അതിന് പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, ദെൻ റൈറ്റ് എ നോട്ട് ഓൺ സസ്പെൻഷൻ, ഡിസ്മിസൽ, അതുപോലെ റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ. ഇത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ടേമിൻ്റെ മീനിങ് ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഷോർട്ട് എസ്സേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട വേണം. ദെൻ വാട്ട് ഈസ് ഇൻഡിസിപ്ലിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിസിപ്ലിൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വാട്ട് ആർ ഇറ്റ്സ് കോസസ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കോമൺ ആയിട്ട് ഒരുപാട് റീസൺസ് വരാം ഇൻഡിസിപ്ലിന്. അൺഫെയർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ശരിയല്ലാത്തത് കൊണ്ട് ഇൻഡിസിപ്ലിൻ വരാം. അവർ കൊടുക്കുന്ന റെമ്യൂണറേഷൻ എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ആവണമെന്നില്ല. അതേപോലെ അവർ കൊടുക്കുന്ന ഒരുപോലെ മാത്രമല്ല, അവർ കൊടുക്കുന്ന റെമ്യൂണറേഷൻ അവർക്ക് സ്യൂട്ടബിൾ, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചാണ്, ഫെയർ ആണെന്ന് തോന്നുന്നില്ല. ഹാർഡ് വർക്ക് കൊടുക്കുക, അതിനനുസരിച്ചുള്ള റെമ്യൂണറേഷൻ കൊടുക്കാത്ത സിറ്റുവേഷൻ വരാം. പിന്നെ അവർ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഗ്രീവൻസസ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാം. അപ്പോൾ അവർക്ക് മടുപ്പ് തോന്നും, ഇൻഡിസിപ്ലിനായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ എംപ്ലോയീസിന് വർക്ക് അലോട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് അലോട്ട്മെൻറ്റിൽ ഒരു പാർഷ്യാലിറ്റി കാണിക്കുക. ചിലർക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വർക്ക് കൊടുക്കുക, അതുപോലെ ഇഷ്ടമില്ലാത്ത വർക്കേഴ്സിന് കുറച്ച് കൂടുതൽ വർക്ക് കൊടുക്കുക. അങ്ങനെ വർക്ക് അലോട്ട്മെൻറ്റിൽ പാർഷ്യാലിറ്റി കാണിക്കുക. അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് അൺഫെയർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ റീസൺ കൊണ്ടും എന്താവാം, ഇൻഡിസിപ്ലിൻ വരാം. അതുപോലെ നല്ല എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ, ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ബാരിങ് ഡിസിപ്ലിനറി മെഷേഴ്സ്, ഡിഫക്റ്റീവ് സൂപ്പർവിഷൻ പോരാ തോന്നുകയാണെങ്കിൽ അവർ കെയർലെസ് ആയിട്ടാണ്, ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴും വരാം. ഇനാഡിക്വേറ്റ് അറ്റൻഷൻ ടു പേഴ്സണൽ പ്രോബ്ലംസിലൊന്നും കൂടുതൽ ഇൻവോൾവ് ചെയ്യാതെ അതൊക്കെ കണ്ടില്ലെന്ന് അടിച്ചൊക്കെ നടക്കുന്ന സമയത്ത്, അതൊന്നും സോൾവ് ചെയ്യാത്ത സമയത്ത് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുക. എന്തും ആവാം എന്നുള്ളൊരു ലെവലിലോട്ട് വരും. ഡിസിപ്ലിൻ ഒട്ടുമില്ലാത്തൊരു സിറ്റുവേഷൻ വരാം. വിക്ടിമൈസേഷൻ, അതുപോലെ ആബ്സെൻസ് ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഇൻഡിസിപ്ലിന് വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഹൗ വുഡ് യു ട്രൈ ടു ഡിസ്കവർ ഗ്രീവൻസ് ഡിസ്കവർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്, അത് ശ്രമിക്കുകയെന്ന്. ഗ്രീവൻസ് ഡിസ്കവർ ചെയ്യാൻ കണ്ടെത്തി എങ്ങനെ ശ്രമിക്കാം എന്നുള്ളതാണ്. ദെൻ അത് ഗ്രീവൻസ് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻഡക്ഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മൾക്ക് പ്രീവിയസ് ക്ലാസ്സിലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ പ്രോസസ്സാണ് എംപ്ലോയീസ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ കൊടുക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോസസ്സാണ്, പ്രോഗ്രാമാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ട്രെയിനിങ്ങിൻ്റെ നീഡ് എന്താണ്, ട്രെയിനിങ് ആ പോർഷൻ നന്നായി പഠിക്കാം. ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ്, ടെക്നിക്കൊക്കെ ചോദിക്കാറുണ്ട്, എസ്സേ ടൈപ്പിലൊക്കെ വരാറുണ്ട്. ബട്ട് ആദ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ പ്രോസസ്സും ചോദിച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റീവ്സും എന്താ താഴെ തന്നെ ഒരേ സെക്ഷനിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി പ്രോസസ്സ് ഓഫ് ട്രെയിനിങ് ഇവാലുവേഷൻ്റെ പ്രോസസ്സ്
എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 2017 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ഇത് റിപ്പീറ്റഡ് ആണ് നമുക്കറിയാം. വാട്ട് ഈസ് സിമുലേഷൻ, വാട്ട് ഈസ് മിനിമം വേജ്, വാട്ട് യു മീൻ ബൈ പ്രമോഷൻ, ട്രാൻസ്ഫർ, ഡിമോഷൻ, അങ്ങനെയൊക്കെ മാറി മാറി വരാം. ദെൻ കരിയർ എന്താ, കരിയർ പ്ലാനിങ് എന്താ ചോദിക്കും. കോമ്പൻസേഷൻ, HRM ഡിഫൈൻ ചെയ്യാൻ വരും ചില സമയത്ത്. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദിക്കാം. കേസ് സ്റ്റഡിയുടെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ കാഷ്വൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഷോർട്ട് ആൻസേഴ്സിൽ 2017 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താ, സിമുലേഷൻ, മിനിമം വേജ്, വാട്ട് യു മീൻ ബൈ പ്രമോഷൻ, കരിയർ പ്ലാനിങ്, കോമ്പൻസേഷൻ, HRM, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി ആൻഡ് കാഷ്വൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 2-3 പ്രാവശ്യം റീഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ക്ലിയർ ആവും, പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും ഏതൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കാം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആ ഏതൊക്കെ ടൈപ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതുക. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് HR പ്ലാനിങ്. വിച്ച് ആർ ദി സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഞാൻ പറഞ്ഞു നേരത്തെ, റിക്രൂട്ട്മെൻറ്റിൻ്റെ മീനിങ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, അട്രാക്റ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ്. 2 കാര്യങ്ങളാണ് വരുന്നത്. പുതിയ എംപ്ലോയീസിന് തിരയുക മാത്രമല്ല, അവരെ സെർച്ച് ചെയ്യൽ മാത്രമല്ല, അവരെ കൊണ്ട് ഈ ഒരു ജോബിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക, അവരെ ഈ ജോബിലേക്ക് ആകർഷിപ്പിക്കുക, അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. ആ 2 കാര്യങ്ങളാണ്. അവർ ജോബിന് ആപ്ലിക്കേഷൻ തരാൻ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ 2 പ്രോസസ്സും കൂടെ ചേർന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സ് നന്നായിട്ട് പഠിക്കുക. ഡിഫറെൻറ്റ് സോഴ്സസ് വരുന്നുണ്ട്, മീനിങ് പഠിക്കുക. ഇൻറ്റേർണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കുക. essay ഒക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ഷോർട്ട് essay തന്നെ വരാറുണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ്. എക്സ്പ്ലെയിൻ ദി അപ്രോച്ചസ് ടു ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ കോമ്പൻസേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് കോമ്പൻസേഷൻ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പ്രോസസ് ഓഫ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് റിപ്പീറ്റഡ് ആണ് നോക്കാം. ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നീഡ്, ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കാം. വാരിയസ് സ്റ്റേജസ് ഇൻ സെലക്ഷൻ പ്രോസസ്സിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് പഠിക്കുക. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങളതൊന്ന് വരച്ചിട്ട് ഒരു പിക്ചർ വരച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജ് വെച്ചിട്ട് പിക്ചർ വരച്ചതിന് ശേഷം ഓരോ പോയിൻ്റ് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 2016 ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നോക്കാം. ആദ്യം ഷോർട്ട് ആൻസേഴ്സ്. വാട്ട് യു മീൻ ബൈ മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസ്, ഡിഫൈൻ HRM, വാട്ട് ഈസ് എർഗണോമിക്സ്. ഇതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ വേജസ് ആൻഡ് സാലറി, ബാസ്, അതുപോലെ ഇൻസെൻറ്റീവ്സ്, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻ്റ് ഒക്കെ എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് HRD, MBO നിങ്ങൾക്കറിയാം, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. HRD ഓർമ്മയുണ്ടോ എന്താണെന്ന്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ഒരു പുതിയ കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷണൽ നീഡ്സ്, അതായത് ഓർഗനൈസേഷന് നീഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് അവരെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അത് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് കിട്ടിക്കഴിഞ്ഞാൽ, നല്ല കഴിവുള്ള എംപ്ലോയീസിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എങ്ങനെയൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, അങ്ങനെയാണ് ഏത് ചെയ്യുന്നത്, HRD ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ HRD കൊണ്ടുള്ളൊരു ഗുണം, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് HRD മീറ്റ് ദി ഓർഗനൈസേഷൻ നീഡ് ഓഫ് കോമ്പീറ്റൻറ്റ് എംപ്ലോയീസ് ടു ഗ്രോ, ഡൈവേഴ്സിഫൈ, റിന്യൂ, ചേഞ്ച്, ഇംപ്രൂവ് ആൻഡ് സ്റ്റെബിലൈസ്. It is a system and process involving organized series of learning activities designed to produce behavioral changes in human beings in such a way that they acquire desired level of competence for the present and future role. അവരിപ്പോൾ ചെയ്യുന്ന റോളിൽ, ഫ്യൂച്ചർ അവർ ചെയ്യാൻ പോണ റോളിൽ വളരെ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യാം, അതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്ലാനിങ് അവർ ചെയ്യാറുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലൂടെ.
അക്വയർ ആൻഡ് ഷാർപ്പൻ ദ ക്യാപ്പബിലിറ്റീസ് റിക്വയർഡ് ടു പെർഫോം വാരിയസ് ഫങ്ഷൻസ്. ഓരോ എംപ്ലോയീസ് എൻഗേജ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള എബിലിറ്റി അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ അവർ ജനറൽ ആയിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് കുറച്ചുകൂടെ കൂടുതൽ ബിൽഡപ്പ് ചെയ്ത് അവരെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി അവരിലുള്ള പൊട്ടൻഷ്യാലിറ്റീസൊക്കെ കണ്ടുപിടിച്ച് ഡിസ്കവർ ചെയ്യണം. ആദ്യം അവരുടെ ഉള്ളിലുള്ള ഇന്നർ പൊട്ടൻഷ്യാലിറ്റീസൊക്കെ ഡിസ്കവർ ചെയ്ത് അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരെ ഫേമിന് വേണ്ടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ ഓർഗനൈസേഷൻ്റെ പർപ്പസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതേപോലെ ടു ഡെവലപ്പ് ആൻ ഓർഗനൈസേഷൻ കൾച്ചർ വേർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, ടീം വർക്ക്, കൊളാബറേഷൻ എമംഗ് ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സ് ആർ സ്ട്രോങ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഓർഗനൈസേഷണൽ വെൽത്ത് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് പ്രൈഡ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് ഇത്തരം രീതിയിൽ അവരെ സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക, ഒരു ടീം സ്പിരിറ്റ് അവരിലേക്ക് കൊണ്ടുവരിക, എല്ലാ വർക്കും കൊളാബറേറ്റ് ചെയ്ത് പല വർക്കും കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഒരു ടീം സ്പിരിറ്റ് വേണം. ഡിഫറെൻറ്റ് സബ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, അവരൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്ന് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുമ്പോഴാണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ, ഓർഗനൈസേഷൻ്റെ വെൽത്തിലേക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ അവർ കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോം ചെയ്യലാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഷോർട്ട് എസ്സേ. ഷോർട്ട് എസ്സേയിൽ എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ HRMൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ജനറൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, കോമൺ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയാലും മതിയാവും. ഈ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ജനറൽ ഒബ്ജക്റ്റീവിന് സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ. നല്ല വേജ് ആൻഡ് സാലറി സ്ട്രക്ചറിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് അത് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ആൻഡ് ഹൗ ക്യാൻ ദി എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ബി ഇവാലുവേറ്റഡ്. എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്ന അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇവാലുവേറ്റിംഗ് പ്രോസസ്സ്. എക്സ്പ്ലെയിൻ ദ ടെക്നിക്ക് യൂസ്ഡ് ഫോർ ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിന് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതൊക്കെയാണ്. അതേപോലെ പെർഫോമൻസ് അപ്രൈസലിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. എംപ്ലോയി ഗ്രീവൻസിൻ്റെ കാരണങ്ങൾ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ഗ്രീവൻസിൻ്റെ കോസസ്. അത് ആ ഗ്രീവൻസ് എന്നുള്ള ചാപ്റ്ററിൽ വരും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ 2019, 18, 17, 16 3 ഇയറിലാണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത്. മതിയാവും, അത്രയും മതി. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കിട്ടി. ഇനി 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീടൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.